ഒമാനിൽ വീണ്ടും ഡ്രോൺ ആക്രമണം. സലാലയിലേക്ക് അയച്ച ഡ്രോണുകളിൽ 2 എണ്ണം തകർത്തതായി ഒമാൻ ന്യൂസ് ഏജൻസി അറിയിച്ചു. ഒരെണ്ണം സീപോർട്ടിന് സമീപം പതിച്ചെങ്കിലും മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഒമാൻ ന്യൂസ് ഏജൻസി അറിയിച്ചു. സലാഹുദ്ദീൻ സലാല വിവരങ്ങൾ നൽകാനായി ചേർന്നു. സലാഹുദ്ദീൻ, ഇന്ന് സാഹചര്യം എന്തായിരുന്നു? ഒമാനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അലീഷ, 2 വട്ടമാണ് ഡ്രോൺ ആക്രമണം നടന്നത്. രാവിലെ ദുഃഖത്തെ എണ്ണ ടാങ്കറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. 2 ഡ്രോണുകളാണ് ഇവിടെ പതിച്ചത്. ഉച്ചക്ക് 1:30ഓടെയാണ് സലാലിലെ ആക്രമണം നടന്നത്. ഡ്രോണുകളിൽ 2 എണ്ണം സുരക്ഷാ സേന വെടിവെച്ചിട്ടതായി ഒമാൻ ന്യൂസ് ഏജൻസി അറിയിച്ചു. ഒന്ന് സലാല സീപോർട്ടിന് സമീപം പതിച്ചെങ്കിലും മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. ആക്രമണങ്ങളെ അപലപിക്കുന്നതിന് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാം അറിയിപ്പിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാനിന് സമീപമുള്ള കപ്പലുകളിലും ആക്രമണം നടക്കുകയും 3 ഇന്ത്യക്കാർ മരിക്കുകയും ചെയ്തതായിട്ടാണ് പുതിയ വിവരം. അതേസമയം ഇവിടെ ജനജീവിതം വളരെ സാധാരണമാണ്. സിവിലിയൻ മേഖലകളിൽ ആക്രമണം ഇല്ലാത്തതിനാൽ തന്നെ സൈറൻ ശബ്ദങ്ങളോ മറ്റു ഭീകരമായ അവസ്ഥകളോ ഇവിടെ ഇല്ല എന്ന് പറയാം. അലീഷ, സലാഹുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.